ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 14. ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണവിശേഷങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. സർവശക്തൻ എന്ന നിലയിൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവം സർവശക്തൻ തന്നെയാണ്. ദൈവത്തിൻ്റെ സർവശക്തിയുടെ ഏറ്റവും നല്ല തെളിവാണ് ഈ പ്രപഞ്ചം. നാം അവയെക്കുറിച്ച് സങ്കീർത്തനം 19:1 റോമർ 1:20 അടിസ്ഥാനമാക്കി കേട്ടു. ദൈവം സർവശക്തനെങ്കിലും തൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി ദൈവം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല. ഇതേക്കുറിച്ച് 2 തിമോത്തിയോസ് 2-ാം അധ്യായം വാക്യം 13 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. മാത്രമല്ല, ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു എന്നുകൂടി ചേർക്കുന്നു. ഈ വാക്യത്തിൽ നാം അവിശ്വസ്തരായി തീർന്നാൽ ദൈവവും അവിശ്വസ്തനായി തീരും എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നാണ് കാണുന്നത്. ദൈവത്തോട് വിശ്വസ്തരായി വർത്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തത ആശ്വാസവും, അവനോട് അവിശ്വസ്തത കാണിക്കുന്നവർക്ക് ശിക്ഷയും ആയിരിക്കും ഫലം. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയുകയില്ല. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ ഒരുവൻ വിശ്വസ്തനല്ലാതെ പോയാൽ അവൻ തന്നെ നിഷേധിക്കുകയായിരിക്കും ചെയ്യുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഫോഷ്ക്ക് പറയുവാൻ കഴിയുകയില്ല. മറ്റൊന്ന് തൻ്റെ സ്വഭാവം ത്യജിക്കുവാനും കഴിയുകയില്ല. മൂന്നാമത്തേത് ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ കഴിയുകയില്ല എന്നത് തന്നെ. കർത്താവിൻ്റെ ഗുണലക്ഷണങ്ങളിൽ ഒന്നാണല്ലോ വിശ്വസ്തത. അവൻ വിശ്വാസികളെ ഉറപ്പിച്ച് കാത്തുകൊള്ളും. കർത്താവ് തനിക്ക് വേണ്ടി ഇത് ചെയ്യും എന്നല്ല. നോക്കൂ, കർത്താവ് തൻ്റെ മക്കളെ പരീക്ഷയിൽ നിന്ന് കാക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തുന്നത്. അതുപോലെ ദൈവം സർവജ്ഞാനിയാണ്. ദൈവം സർവവും അറിയുന്നു. ദൈവത്തിന് അറിയാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒരു രഹസ്യവുമില്ല. ഭൂതം, വർത്തമാനം, ഭാവിയെല്ലാം അവൻ അറിയുന്നു. സങ്കീർത്തനങ്ങളുടെ കിരീടം എന്നറിയപ്പെടുന്ന 139-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 6 വരെ നാം വായിക്കുമ്പോൾ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാവണ്ണം ഉന്നതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെയും സർവശക്തിയെയും സർവവ്യാപകത്വത്തെയും ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നു. നാം മനസ്സാ വാചാ കർമ്മണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം മനസ്സിലാക്കുന്നു. അത് ദൈവത്തിൻ്റെ സർവജ്ഞാനം കൊണ്ടാണെന്ന് ഈ സങ്കീർത്തനക്കാരൻ വ്യക്തമാക്കുന്നു. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്ന് എബ്രായർ 4:13 പറയുന്നത് ഈ ബന്ധത്തിൽ വളരെ ചിന്തനീയമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന രഹസ്യങ്ങൾ പോലും ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിന് മുമ്പിൽ നമ്മുടെ ലഘുവായ ജ്ഞാനം എത്ര പരിമിതമാണ്. അതുപോലെ നീ മുമ്പും പിമ്പും എന്നെ അടച്ചു എന്ന 6-ാമത്തെ വാക്യത്തിൽ പറയുന്നതിൻ്റെ സാരം, ദൈവം അവൻ്റെ ഭൂതകാലവും ഭാവി കാലവും അറിയുന്നു എന്ന് തന്നെയാണ്. ദൈവിക ജ്ഞാനത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കുവാൻ ആർക്കും സാധ്യമല്ല. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.